നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെരീഖ്. ഞാൻ SUT ഹോസ്പിറ്റലിൽ അണുബാധ വിദഗ്ധനാണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കേരളത്തിൽ ഒരു പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ്, അമീബ കൊണ്ടുണ്ടാകുന്ന ഒരുതരം മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ കേൾവിയുള്ളൂ. അപ്പോൾ അത് പുതിയതായിട്ട് വന്നതാണ്. ഇപ്പം ആസ് ഓഫ് നൗ കേരളത്തിൽ 5ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പൊതുവേ ഇപ്പോൾ ഇത് കാണുന്നത് നോർത്ത് കേരള ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൂടുതലെന്നില്ല, വളരെ കുറച്ച് കേസുകൾ, 5 കേസുകളേ ഉള്ളൂ. എന്നാലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ടുള്ള ഒരു തരം അണുബാധയായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മുമ്പ്. ഇപ്പോഴാണ് അത് നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് വളരുന്നത്, ഈ അമീബ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ അല്ല, വൈറസും അല്ല, അതൊരു സെപ്പറേറ്റ് ഫ്രീ ലിവിങ് ഓർഗാനിസമാണ്. അപ്പോൾ അത് വളരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം, ലൈക്ക് ഇപ്പം ഒരു കുളം, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അതിന് കാരണമായിട്ട് പറയപ്പെടുന്ന, ഇപ്പം ഇത് പുതുതായിട്ട് വരാനുള്ള കാരണം പറയപ്പെടുന്നത് വെച്ചാൽ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ സമയത്ത് ഈ അമീബ കൂടുതലായിട്ട് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയും ഇതിന് വളരാനുള്ള സാഹചര്യം കുളങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഈ അമീബയുടെ സാന്നിധ്യം കൂടുതലായിട്ട്, പണ്ടെങ്കിലും ഇല്ലാത്ത പോലെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. മാത്രമല്ല, ഇപ്പോൾ കൂടുതലായിട്ടുള്ള ടെസ്റ്റിങ്ങിനുള്ള ഫെസിലിറ്റിയും കുറേ കൂടുതലാണ്, പണ്ടത്തെ മാതിരിയല്ലല്ലോ. അപ്പം PCR ടെസ്റ്റുകളോ അങ്ങനെ പുതിയ ടെസ്റ്റുകളോ ഉള്ളത് കൊണ്ടും കൂടെ തന്നെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ ഈസിയാണ് മുമ്പത്തെക്കാൾ അപേക്ഷിച്ച്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ വരുന്നത് ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. പൊതുവേ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്ന ആളുകൾക്ക് മൂക്കിനകത്ത് കൂടെ ഈ രോഗാണു കടക്കുകയും അത് മൂക്കിൽ കയറിയിട്ട് അതുവഴി അതിൻ്റെ ഞരമ്പുകളിലൂടെ ബ്രെയിനകത്തോട്ട് പ്രവേശിച്ച് ആളുകൾക്ക് മരണം സംഭവിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇതിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് ഏകദേശം 90% മേലെയാണ്. അതായത് വരുന്ന ആളുകൾ വളരെ അപൂർവം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഇതിന് കൃത്യമായ ചികിത്സാ വിധികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ അതിന് അത്ര ഇഫക്റ്റീവ് അല്ല. 4-5 മരുന്നുകളുടെ കോമ്പിനേഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ മറ്റേ ഫംഗൽ ഇതിന് ഉപയോഗിക്കുന്ന ആംഫോട്ടറിസിൻ മെഡിസിൻ, മിൽറ്റിഫോസിൻ, അങ്ങനത്തെ മരുന്നുകൾ, റിഫാംപിസിൻ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്ന ഒരു തെറാപ്പി ഇതിന് കൊടുക്കാറുണ്ടെങ്കിലും അത്ര ആശാവഹമായിട്ടുള്ള കാര്യമല്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ ഈ കുളങ്ങളിൽ പോയി കുളിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ പറ്റി അത്രയും നല്ലത്. ഇനി അങ്ങനെ ഫ്രഷ് വാട്ടർ, അതായത് ഇത്തരം കുളങ്ങളോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നീന്തുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം തല ഉയർത്തി പിടിച്ച് വെള്ളത്തിനകത്തോട്ട് പോകാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കുളം കലക്കുന്നത്, അടിയിൽ കയറി കാലുകൊണ്ട് കലക്കി വിടുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഡൈവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ മൂക്കിനകത്തോട്ട് വെള്ളം കയറുമ്പം അങ്ങനെയാണ് ഇത് അകത്തോട്ട് മൂക്കിനകത്ത് കൂടിയാണ് ഇത് കയറുന്നത്. അതുപോലെ ഒരു പറ്റുവാണെങ്കിൽ നോസ് ക്ലിപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മൂക്കിനകത്തൊരു ക്ലിപ്പ് പോലെ ഇട്ടിട്ട് നമ്മൾ സ്വിം ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെയൊക്കെ സേഫാണ്. പിന്നെ അതുപോലെ സ്വിമ്മിംഗ് പൂൾസിലൊക്കെ ഈ ക്ലോറിനേഷൻ, അതെല്ലാം സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്വിമ്മിംഗ് പൂൾസിലെല്ലാം ഒരു ക്ലോറിനേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളൊരു കാര്യം എല്ലാ സ്വിമ്മിംഗ് പൂൾസിലും ചെയ്യുന്നതാണ്. ബട്ട് അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സാധാരണ നാട്ടുമ്പുറത്തുള്ള കുളങ്ങളിൽ കുളിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വലിയവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ചെല്ലുമ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മൂക്കിനകത്തോട്ട് വെള്ളം കയറിപ്പോയി ഇരിക്കുന്ന രീതിയിൽ ഡൈവ് ചെയ്യുക, വെള്ളത്തിലേക്ക് ചാടുക, ജമ്പ് ചെയ്യുക, അതിനൊക്കെ വരുമ്പോൾ ഇത് സ്ലാഷ് ചെയ്യും. അപ്പോൾ ഇത് മൂക്കിനകത്തോട്ട് തെറിച്ച് അകത്തോട്ട് കയറി പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അപ്പോൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് ചികിത്സയുണ്ടെങ്കിൽ പരിമിതമായ ചികിത്സാ വിധികൾ മാത്രമാണ് ഈ അമീബ എന്നുള്ള ഇതുകൊണ്ട് വരുന്നത്. ഇത് അമീബ എന്ന് പറയുന്ന ഒരു നെഗ്ലേറിയ എന്ന് പറയുന്ന ഒരു അമീബയുണ്ട്, അങ്ങനെ കാന്തമീബ എന്ന് പറയുന്ന അമീബകളുണ്ട്. 2-3 തരത്തിലുള്ള അമീബകളാണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഡയഗ്നോസിസ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് നിന്ന് നമ്മൾ നട്ടെല്ലിൽ നിന്നും അതിൻ്റെ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ട് അതിനകത്ത് ചെയ്യുന്ന PCR ടെസ്റ്റും അല്ലെങ്കിൽ നമ്മളത് നോക്കി മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടാണ് ഈ അമീബേനെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ ചില അസുഖങ്ങളുണ്ടല്ലോ വളരെയധികം മരണനിരക്ക് കൂടിയ അസുഖങ്ങൾ. ഇപ്പം നിപ്പ പോലും അങ്ങനെയാണ്, വളരെയധികം മരണനിരക്ക് കൂടിയതാണ്. ഇപ്പം നമ്മൾ കോവിഡിനേക്കാളും മറ്റേ സാധാരണ നമ്മൾ പന്നിപ്പനി എന്ന് പറയുന്ന ഫ്ലൂവിനെ പോലെ എന്നല്ല, ഇത്തരം ഡിസീസസ് ഭയങ്കര മരണനിരക്ക് കൂടുതലാണ്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. കാരണം കുട്ടികൾക്കാണ് ഇപ്പം ഇത് കണ്ടുവരുന്നത്, കൂടുതലായിട്ട് അമീബ കൊണ്ടുള്ള ഇൻഫെക്ഷൻ കണ്ടുവരുന്നത് കുട്ടികളിലാണ്. അപ്പം വെള്ളവും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി കൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ മൂക്കിനകത്തേക്ക് വെള്ളം കയറി പോകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. കുളം കലക്കരുത്. അങ്ങനെ പരമാവധി തല മേലെ വെച്ചിട്ട് സ്വിം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനെക്കുറിച്ച് കേരള ഗവൺമെൻറ് ഒരു മാർഗ്ഗരേഖ തന്നെ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട്, എങ്ങനെ തടയണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതിനകത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. താങ്ക് യു.